Basics of Java programming. Let's check. Java is an object-oriented programming language developed primarily by James Gosling and his colleagues at Sun Microsystem. Java was originally named as Oak. Java, being an object-oriented programming language, has adopted many features of C++. Originally, Java was designed to execute applets, but gradually the language gained wide acceptance as a programming language, replacing C or C++. What's the meaning of these points? Let's check. ജാവ എന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആദ്യമായി അത് കണ്ടുപിടിച്ചത് ജെയിംസ് ഗോസ്ലിങ്ങും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സൺ മൈക്രോസിസ്റ്റത്തിൽ വെച്ച്. ദെൻ ജാവയുടെ ഫസ്റ്റ് നെയിം ഓക്ക് എന്നായിരുന്നു. ഈ ജാവ എന്നത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്നും അഡോപ്റ്റ് ചെയ്ത് മെനി ഫീച്ചേഴ്സ് പല ഫീച്ചേഴ്സും അഡോപ്റ്റ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു ലാംഗ്വേജ് ആണ്. അത് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് കൂടിയാണ്. ഫസ്റ്റ് ഇത് ഡിസൈൻ ചെയ്തത് ആപ്ലെറ്റ്സ് റൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആപ്ലെറ്റ്സ് റൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് ബ്രൗസേഴ്സ് യൂസ് ചെയ്ത് റൺ ചെയ്യുന്ന പ്രോഗ്രാംസിന് ആപ്ലെറ്റ്സ്. ബട്ട് ഇത് ജാവ എന്നുള്ളത് നന്നായി പോപ്പുലറായ പ്രോഗ്രാമിൽ ലാംഗ്വേജായി പോപ്പുലറായതിനു ശേഷം സിക്കും C++നും പകരം ഇപ്പോൾ ജാവയാണ് കൂടുതലായി യൂസ് ചെയ്യുന്നത്. ഇത്തരം പോയിൻറ്റ്സാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി ഓർക്കുക, ജസ്റ്റ് റിവൈൻഡ് ഇറ്റ്. ജാവ ഈസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ജെയിംസ് ഗോസ്ലിംഗ്. ആൻഡ് വാട്ട് വാസ് ദ ഫസ്റ്റ് നെയിം ഓഫ് ജാവ? ഓക്ക്. ആൻഡ് ഇറ്റ് ഹാസ് അഡോപ്റ്റഡ് മെനി ഫീച്ചേഴ്സ് ഓഫ് C++. മെയിനായിട്ട് അതിന് ആപ്ലെറ്റ്സ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ നെക്സ്റ്റ് പോയിൻറ്റ്സ്. There are two types of Java applications: Internet applets and standalone application. An Internet applet runs within a web browser. A standalone application can run on any platform. BlueJ is a Java development environment specially designed for teaching at an introducing level. BlueJ is an IDE to create Java applications. Java applications രണ്ട് തരമാണുള്ളത്. 2 types ആണ്. ഫസ്റ്റ് വൺ ഇൻ്റർനെറ്റ് ആപ്ലെറ്റ്സും സെക്കൻഡ് വൺ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ. ഇൻ്റർനെറ്റ് ആപ്ലെറ്റ് റൺ ചെയ്യാനായി നമ്മളൊരു വെബ് ബ്രൗസർ യൂസ് ചെയ്യണം. വെബ് ബ്രൗസർ മീൻസ് ഗൂഗിൾ ക്രോം. നമ്മളിപ്പം നെറ്റ് എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ വെബ് ബ്രൗസർ എന്ന് പറയുന്നത്. എക്സാമ്പിൾസ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, ഒപ്പേര ഹൗസ്, ഗൂഗിൾ ക്രോം, ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് ബ്രൗസേഴ്സായിട്ട്. ഓക്കെ, ഇതിലാണ് നമ്മൾ ഇൻ്റർനെറ്റ് ആപ്ലെറ്റ് റൺ ചെയ്യുന്നത്. മെയിനായിട്ടത് ഗെയിമൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെക്ഷനാണ്. ഇനി നെക്സ്റ്റ് ടൈപ്പ് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ. ഇത് നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിൽ വേണമെങ്കിലും വർക്ക് ചെയ്യും. ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്, പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ഇത് നമ്മൾ മെയിൻലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ സോൾവ് ചെയ്യാൻ. ഫോർ എക്സാമ്പിൾ പർപ്പസ് ഇതിൻ്റെ മെയിനായിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷൻ സോൾവ് ചെയ്യാനുള്ള പ്രോഗ്രാംസാണ് ഈ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻസിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് നമ്മളെ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വാട്ട് ഈസ് മീൻ ബൈ BlueJ? BlueJ മെയിൻലി നമുക്ക് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്, ജാവയുടെ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻ്റ് ആണ്. ഇത് സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ടീച്ചിങ്ങിനും കറക്റ്റ് ഫസ്റ്റ് ഒക്കെ പഠിക്കുന്ന അവർക്ക് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസിങ് ലെവലിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് BlueJ ഡിസൈൻ ചെയ്തേക്കുന്നത്. BlueJ ഈസ് ആൻ IDE മീൻസ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ടു ക്രിയേറ്റ് ജാവ ആപ്ലിക്കേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു എൻവയോൺമെൻ്റ് ആണ് BlueJ എന്ന്. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഈ പോയിൻറ്റ്സ് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. 2 ആപ്ലിക്കേഷൻസ് ആണുള്ളത്, ഇൻ്റർനെറ്റ് ആപ്ലെറ്റ് ആൻഡ് സ്റ്റാൻഡ് അലോൺ ആപ്ലിക്കേഷൻ. വാട്ട് ഈസ് മീൻ ബൈ IDE? ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ്. ആൻഡ് BlueJ is an IDE. Okay, what's the next points? Next one, object oriented program model. What's mean by object oriented program model? All computer programs consist of 2 elements, code and data. A program can be conceptually organized around its code is called process-oriented model. A program can be conceptually organized around its data is called object-oriented model. Object-oriented programming is at the core of Java. See, നമ്മൾ എല്ലാ പ്രോഗ്രാമിങ്ങും
ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കോഡ് അല്ലെങ്കിൽ ഡാറ്റയാണ്. കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് മോഡലിനെയാണ് പറയുന്നത് പ്രോസസ് ഓറിയൻറ്റഡ് മോഡൽ. അതായത് ഫുൾ പ്രൊസീജിയർ എഴുതിയിട്ട് ചെയ്യുന്ന പ്രോഗ്രാമിങ്ങിനെയാണ് പ്രോസസ് ഓറിയൻറ്റഡ് മോഡൽ. സി എല്ലാം അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ആണ്. സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പ്രോസസ് ഓറിയൻറ്റഡ് മോഡലാണ്. ഫുള്ള് പ്രോഗ്രാം ഒറ്റ ക്ലാസ്സിൽ എഴുതിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കോഡ് ബേസ് ചെയ്തിട്ടാണ് ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ഡെവലപ്പ് ചെയ്തിരുന്നത്. ഇനി ഡേറ്റേനെ ബേസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ലാംഗ്വേജസ് നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് മോഡൽ എന്നാണ് പറയുന്നത്. ഈ ജാവയും C++ഉം നമ്മൾ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്. പൈത്തൺ ഓൾസോ. Okay, these are the object oriented programming languages. What is mean by object oriented short form of object oriented programming is OOP. oops കൺസെപ്റ്റ് എന്നൊക്കെ നമ്മൾ മൊബൈലിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ oops എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഇതാണ് മെയിനായിട്ട് ജാവയുടെ കാതൽ എന്ന് പറയുന്നത്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ നെക്സ്റ്റ് point. What is mean by an object? An object is a software bundle of variables and related methods. An object can be thought of as an entity having a specific identity, specific characteristic and specific behavior. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരു വേരിയബിൾസിൻ്റെ റിലേറ്റഡ് മെത്തേഡ്സിൻ്റെ ഒരു ബണ്ടിലാണ്. ഒരു ഒബ്ജക്റ്റിന് എപ്പോഴും ഒരു സ്വന്തമായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടാവും, ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും, ഒരു ബിഹേവിയർ ഉണ്ടാവും. ഇനി എന്താണ് ഈ ഒബ്ജക്റ്റ് എന്ന് കൂടുതലായി മനസ്സിലാവും നമ്മൾ ക്ലാസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പം നെക്സ്റ്റ് പോയിന്റ് ക്ലാസ് എന്താണെന്നാണ്. വാട്ട് ഈസ് എ ക്ലാസ്? എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ഓർ എ പ്രോട്ടോടൈപ്പ് that defines the variables and the methods common to all objects of a certain kind. Example, student is a class and car is a class. See, നമ്മൾ ഓരോ ഗ്രൂപ്പ് നെയിംസിനെയാണ് ഇവിടെ ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്. അവർക്ക് കോമൺ ആയിട്ട് കുറേ കാര്യങ്ങൾ, കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പം നമ്മൾ ഗ്രൂപ്പ് നെയിംസിനെയാണ് ഇവിടെ ക്ലാസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, അതൊരു ക്ലാസ്സാണ്. പെൻ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ്, അതൊരു വേറൊരു ക്ലാസ്സാണ്. നമുക്കിങ്ങനെ പല ഗ്രൂപ്പുകളും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഫ്ലവേഴ്സ് ഒരു ഗ്രൂപ്പാണ്, ഫ്രൂട്ട്സ് ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇതിലെല്ലാത്തിനോട് കോമൺ ആയി കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അതുകൊണ്ടാണ് നമ്മളതിനെ ഒരു ക്ലാസ് നെയിം കൊടുത്ത്, ഒരു നെയിം കൊടുത്തിട്ട്, ഗ്രൂപ്പ് നെയിം കൊടുത്തിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിനെയാണ് ക്ലാസ് എന്നതുകൊണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ് ഒരു ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. സ്റ്റുഡൻറ്റ്, പല സ്റ്റുഡൻസ് നമുക്ക് പല പേഴ്സൺസിനെ നമ്മൾ സ്റ്റുഡൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യും. ഇപ്പോൾ രാമു ഈസ് എൻ ഒബ്ജക്റ്റ്. രാമു എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റാണ്, റാണി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻ്റാണ്. ഇവരെല്ലാം നമ്മൾ മീൻ ചെയ്യുന്നത് ഒബ്ജക്റ്റ് കൊണ്ടാണ് ഇതിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഓക്കെ, രാമു ഈസ് എൻ ഒബ്ജക്റ്റ്, റാണി ഈസ് എൻ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റുഡൻറ്റ് ക്ലാസ്. ഇനി കാറ് ക്ലാസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ബെൻസ്, മാരുതി, ഓൾട്ടോ, ഇങ്ങനെയെല്ലാം നമുക്ക് ഒബ്ജക്ട്സിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കപ്പം അവിടെ വരുന്നത് കാറിൻ്റെ താഴെ വരുന്നത് ഒബ്ജക്ട്സ് ഏതൊക്കെയാണ്? ബെൻസ്, മാരുതി, ഓൾട്ടോ, അങ്ങനെയുള്ള അതിനെല്ലാം നമ്മൾ ഒബ്ജക്റ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യും. പെൻ എടുക്കുകയാണെങ്കിൽ റൊട്ടോമാക്, റെയ്നോൾഡ്, ദീസ് ആർ ദ ഒബ്ജക്ട്സ് ഓഫ് പെൻ ക്ലാസ്. ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡിസൈൻ ചെയ്യുന്നത്. ക്ലാസ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യും. പിന്നെ അതിൽ റിലേറ്റഡ് മെത്തേഡ്സ്, അതായത് കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ മെത്തേഡ്സ് ആയിട്ട് ഡിഫൈൻ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്യും. ഈ ഒബ്ജക്റ്റിന് നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും ഈ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്. ഒബ്ജക്റ്റിന് തൻ്റേതായ സെപ്പറേറ്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ള ക്യാരക്ടേഴ്സ് മാത്രം ഈ ക്ലാസ് ഗ്രൂപ്പിൽ നിന്ന് ആക്സസ് ചെയ്താൽ മതി. അങ്ങനെയാണ് നമ്മളുടെ ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്ലാസ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഡെഫിനേഷൻ നോക്കുക. വാട്ട് ഈസ് എ ക്ലാസ്? എ ക്ലാസ് ഈസ് എ ബ്ലൂ പ്രിൻറ്റ് ഓർ പ്രോട്ടോടൈപ്പ് that defines the variables and the methods common to all objects of a certain kind. And what is an object? An object is a software bundle of variables and related methods. An object can be thought of as an entity having a specific identity, specific characteristic and specific behavior. I think you all understood the meaning of object and class. Just remind the points. Java is originally named as Oak. It is an object-oriented programming language. It is developed by James Gosling, and two applications are there: Internet Applet and Standalone Application. And what is meant by process-oriented? What is meant by object-oriented languages? And what are the definitions of object and class? Okay, just please try to study all these things. This is the basic of a Java programming language. You all understood this one? Please, if you like this one, please share to others. If you want to get my videos, please subscribe my channel. If you want to get the notification, please press on the bell button. Okay, thank you.